ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. ഈ യോഗാ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്താണ് യോഗ, എന്തിനാണ് യോഗ, യോഗ അഭ്യസിക്കുന്നവർ എന്തെല്ലാം ഭക്ഷണമാണ് കഴിക്കേണ്ടത്, യോഗ ചെയ്താൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് വരിക, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ എന്നുള്ളതെ പറ്റിയാണ് ഏതാനും ചില കാര്യങ്ങൾ ഞാനിവിടെ സംസാരിക്കാം. പക്ഷെ ഇത് മുഴുവനായിട്ട് കേൾക്കണേ. യോഗയ്ക്കൊരടിസ്ഥാനമുണ്ടെങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ പല സംഘടനകളും പല വ്യക്തികളും രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതാണ് നല്ലത് എന്ന് പറയാൻ പറ്റില്ല. പതുക്കെ ചെയ്താൽ അത് യോഗ, സ്പീഡ് കൂട്ടിയാൽ അത് വ്യായാമം. ഇത് രണ്ടും ഗുണകരമാണ്. എൻ്റെ അഭിപ്രായത്തിൽ വ്യായാമവും യോഗയും ഒരേ സമയവും ആണ് അഭ്യസിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ യോഗയും വ്യായാമവും ഒരേപോലെ അഭ്യസിക്കുന്നവർ അല്ലാത്തവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് അഭ്യസിച്ചതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായോ, ഗുണമുണ്ടായോ എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ആ വ്യക്തി അതിനെ പിന്തുടരേണ്ടത്. എല്ലാവർക്കും എല്ലാ യോഗയെ കൊണ്ടും സുഖം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവനവന് പറ്റിയ വ്യായാമ രീതികൾ അത് ഓരോ വ്യക്തിയും കണ്ടെത്തേണ്ടതാണ്. ഞാനിത് പറയാൻ കാരണം, പല യോഗാ സെൻ്ററുകളിലും ചെന്നാൽ, ഞാൻ ഒരുപാട് യോഗാ സെൻ്ററുകളിലും യോഗ അധ്യാപകർ ക്ലാസ് എടുക്കുന്നിടത്തിലൊക്കെ പോകാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ കാണുന്നൊരു പ്രത്യേകത, പല സ്ഥലങ്ങൾ, എല്ലാ സ്ഥലത്തും ഞാൻ പറയുന്നില്ല, ഒരു അവശത, ഊർജ്ജസ്വലമില്ലാത്ത ഊർജ്ജത്തോടു കൂടി കാണാത്ത കുറച്ചൊരു തളർച്ചയും ഒരു വയ്യായികയും ഒക്കെയാണ് അവരിൽ കാണുന്നത്. യഥാർത്ഥത്തിൽ ഊർജ്ജം ഉണ്ടായിരിക്കണം, നല്ല പ്രകാശം ഉണ്ടായിരിക്കണം മുഖത്ത്. ഇനി അതുമല്ല, കണ്ണുകളിൽ തന്നെയെങ്കിലും പ്രകാശം നോക്കുക. അതുമല്ലെങ്കിൽ അവർക്കൊരു ഉഷാറുണ്ടാവണം. ഇതെങ്ങനെ ഒരവസ്ഥയാണ് കാണുന്നത്, ഒരു കുഴഞ്ഞൊരവസ്ഥ. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഒന്ന് തന്നെയാണ് വ്യായാമത്തിൻ്റെ പ്രത്യേകത. രണ്ടാമത്തെ ഇതെന്താണെന്ന് വെച്ചാൽ ഭക്ഷണത്തിൻ്റെതാണ്. ഭക്ഷണം പച്ചക്കറിയാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും പച്ചക്കറിയാണ് ഏറ്റവും ഉത്തമം. പക്ഷേ എൻ്റെ ശരീരത്തിന് പറ്റിയ ഭക്ഷണം എന്താണെന്ന് ഞാൻ കണ്ടെത്തും. ഇത് വളരെ ആധികാരികമായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. എൻ്റെ പാരമ്പര്യമായിട്ടുള്ളവരുടെ ഭക്ഷണവും എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഭക്ഷണവും ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ കഴിച്ച് ഈ യോഗ അഭ്യസിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ കഴിച്ച ഭക്ഷണത്തിൽ നിന്നും മാറ്റം വരുത്തുമ്പോൾ എന്നിൽ പല ദോഷങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ രോഗാവസ്ഥയിലാണ് യോഗ അഭ്യസിക്കുന്നത് എങ്കിൽ എൻ്റെ ഈ ഭക്ഷണം എനിക്ക് പറ്റിയതല്ല. മറിച്ച് ഈ ഭക്ഷണം കൊണ്ട് എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ ഞാൻ ആ ഭക്ഷണം മാറ്റേണ്ടതില്ല. അത് ഏത് ഭക്ഷണമായാലും ശരി. അതുപോലെ തന്നെയാണ് വ്യായാമം. ഞാൻ എൻ്റെ വ്യായാമം കണ്ടെത്തണം, ഞാൻ എൻ്റെ ഭക്ഷണം ഏതാണെന്ന് കണ്ടെത്തണം. ഇനി യോഗ എങ്ങനെ ചെയ്യണം? പല ആചാര്യന്മാരും അധ്യാപകരും പറയാറുണ്ട്, കൂട്ടമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. നല്ലത് തന്നെ. പക്ഷെ ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിക്കണം, അതാണ് കഴിവ്. ഒറ്റയ്ക്ക് യോഗ ചെയ്യുന്ന വ്യക്തിയെ ആർക്കും പിന്തിരിപ്പിക്കാൻ കഴിയില്ല, തടസ്സവും വരില്ല. അയാൾ നിരന്തരമായിട്ട് സ്വന്തം വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നായാലും ശരി, അയാൾ സ്വയം ഇങ്ങനെ ആ പ്രവൃത്തി ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് മുടക്കം വരില്ല. പിന്നെ ഇതിന് സൈക്ലിംഗ് ഉണ്ടാവണം. ഒരു ഉദാഹരണം പറയാം. ഒരുപാട് അധ്യാപകരെ ഞാൻ പരിചയപ്പെട്ടു. അവരിൽ പലരും പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ അവരാചരിക്കുന്നില്ല. യോഗ പഠിപ്പിക്കുന്നവൻ അധ്യാപകൻ, ആചാര്യൻ അഭ്യസിക്കുന്നവനും ആചരിക്കുന്നവൻ ആചാര്യൻ. ഇത് രണ്ടും ഒരാൾക്കുണ്ടെങ്കിലോ അയാളെ അറിവും കഴിവും അപാരമായിരിക്കും.
അപ്പോൾ പല അധ്യാപകരും ഇത് അഭ്യസിക്കുന്നില്ലന്നേ. അവർ പഠിച്ചത് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക, അവർക്ക് അനുഭവം കിട്ടില്ല. ഞാൻ അവിടെ അടുത്ത കാലത്ത് ഒരു സൈക്കോളജിസ്റ്റിനെ പരിചയപ്പെട്ടു. അവർ പറയുന്നത് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നമാണ്, പ്രയാസമാണ്. അവർ പഠിച്ചത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവർ അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുന്നില്ല, അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. എന്നതുപോലെ യോഗ പഠിച്ചതുകൊണ്ട് കാര്യമില്ല. അത് നിരന്തരമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, വായു ശ്വസിക്കുന്നു, അത് നിർത്തിവെക്കുന്നില്ലല്ലോ. എന്നതുപോലെ തന്നെ ഒരു ദിവസം നമ്മുടെ ജീവിതചര്യയായിട്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ അതിൻ്റെ ഗുണം നമുക്കുണ്ടാവും. എന്തെല്ലാം ഗുണങ്ങളാണെന്ന് പറയാം. അപ്പോൾ അതെങ്ങനെ ജീവിതത്തിൽ പകർത്താൻ പറ്റും? അതിനൊരു സൈക്ലിംഗ് വേണം, ഒരു തിയറി വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊക്കെ ചെയ്യാറുള്ളത്, രാവിലെ എഴുന്നേൽക്കുന്നു, എണ്ണ തേപ്പാണ് ആദ്യം. പല്ല് തേച്ച് കഴിഞ്ഞാൽ എണ്ണ തേപ്പ്. ഇപ്പോൾ ബാത്റൂമിൽ പോയി എന്നാൽ എണ്ണ തേപ്പ്, പല്ല് തേച്ച് കഴിഞ്ഞാൽ പിന്നീട് എണ്ണ തേപ്പാണ്. എണ്ണ തേപ്പ് തന്നെ ഒന്ന് പഠിക്കാനുണ്ട്, അത് വേറെ വിഷയം. അപ്പോൾ അങ്ങനെ അതിന് ശേഷം എക്സസൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കുറച്ച് എന്താ പറയുക, അത് കഴിഞ്ഞതിന് ശേഷം കുളിയാണ്. കുളിക്കാൻ പോകുന്നതിന് മുമ്പ് വായിൽ വെള്ളം വെക്കും, കവിളിൽ വെള്ളം വെക്കും. അതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്, അത് ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അത് കഴിഞ്ഞ് കുളിച്ച് വരുന്നത് വരെ വായിലെ വെള്ളം ഒഴിവാക്കില്ല. എന്നിട്ട് വിളക്ക് കത്തിച്ച്, ഒരു തിരിയുള്ള വിളക്ക് കത്തിച്ച്, അതിന് ശേഷമാണ് ആ വെള്ളം പുറത്തേക്ക്, കവിളിലുള്ള വെള്ളം പുറത്ത് കളയുന്നത്. അതിന് ശേഷം ആ തിരിയുടെ മുന്നിലിരുന്ന് ധ്യാനം, പ്രാണായാമം, മറ്റ് മെഡിറ്റേഷൻ ഇതെല്ലാം ചെയ്യും. അപ്പോൾ അതിന് മുൻപേ എണ്ണ തേച്ച് കഴിഞ്ഞാൽ വ്യായാമം ഉണ്ട് കേട്ടോ. വ്യായാമം കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ നേരത്ത് വായിൽ വെള്ളം വെക്കുന്നത്. എക്സസൈസ് വേറെ, ഈ മെഡിറ്റേഷൻ യോഗയും വേറെ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉദാഹരണത്തിന് ഞാൻ ആ വായിൽ വെള്ളം ആദ്യം തുപ്പിപ്പോയാൽ എന്ത് ചെയ്യും? പിന്നെ വിളക്കെത്തിക്കില്ല, യോഗ ഉണ്ടാവില്ല, പ്രാണായാമം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു കൃത്യമായിട്ട് ഒരു രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നിരന്തരമായിട്ട് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്നവന് പവർ കൂടും, ശക്തി കൂടും. കാരണം അത് ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടത്, തുടക്കത്തിൽ കഴിഞ്ഞില്ല എന്ന് വരും. അങ്ങനെ ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് കരുത്ത് കൂടുക. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരുപാട് ഗുണങ്ങൾ. അതിൽ ഏറ്റവും വലിയ ഗുണം നമ്മുടെ ഇന്നലകളിലെ സ്വഭാവത്തിന് വ്യത്യാസങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരും. നമുക്ക് രോഗം ഉണ്ടായിന്ന് വരും, പക്ഷെ അസുഖം ഉണ്ടാവില്ല. രോഗം നിങ്ങൾക്കറിയാലോ, തിരിച്ചറിയാലോ. ഇപ്പം എന്തൊക്കെ രോഗം ഉണ്ടെങ്കിൽ ചിലർ പറയും ആ പ്രശ്നമില്ല, ചില ഒരു സൂക്കേടും ഇല്ലെങ്കിലും പറയും എനിക്ക് എന്ത് രോഗമില്ലെങ്കിലും ആ പ്രശ്നമില്ലെങ്കിലും എനിക്ക് വയ്യ, ഇന്ന് സുഖമില്ല. എന്താ സുഖത്തിന് പറ്റിയത്? അപ്പോൾ ഈ രോഗം എല്ലാ ശരീരത്തിലും ഉണ്ടാവും, അസുഖം ഉണ്ടാവരുത്. അസുഖം ഉണ്ടാകാതിരിക്കാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം മാത്രമല്ല, മനസ്സ് സ്വസ്ഥമായിരിക്കും. ഒരു പ്രശ്നങ്ങൾ വന്നാൽ അതിനെ നമുക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയും. അത് പലർക്കും പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ ഉറക്കം നഷ്ടപ്പെടുന്നവരുണ്ട്. ഉറക്കം ചിന്തകളിലൂടെയാണ് നഷ്ടപ്പെടുന്നത് ഭൂരിപക്ഷം. ഇപ്പോൾ ചിന്തകളെ മാറ്റിവെക്കാൻ, അത് നാളെ ചിന്തിക്കാം, ഇത് പിന്നീട് ചിന്തിക്കാം, അല്ല ഇതിങ്ങനെ ചെയ്താൽ, അങ്ങനെ ഓരോ പ്രശ്നങ്ങളും മനസ്സിൽ നിന്ന് മാറ്റി വെച്ച് മനസ്സ് ശൂന്യമായിട്ട് വെക്കുന്നതാണ് മനസ്സിൻ്റെ ശക്തി. ആ മനസ്സിൻ്റെ ശക്തി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ചിന്തയില്ലാത്ത മനസ്സ്, എന്നാൽ ചിന്തിക്കുമ്പോൾ അതിന് പൂർണ്ണമായിട്ടുള്ള രൂപം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ബോധ്യം വരും. അങ്ങനെയുള്ളൊരു മനസ്സിൻ്റെ ഉടമയാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് യോഗ കൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ ആ തലത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഞാനിതൊക്കെ പറയുന്നത് വെറുതെ പറയുന്നത്, ഞാൻ പറയുന്നതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് അദൃശ്യമായ പലതും കേൾക്കാനും കാണാനും കഴിയും. അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനൊന്നും കഴിയില്ല, അത് അനുഭവിക്കേണ്ടതാണ്. അപ്പോൾ പറയും ഇത് മാനസിക രോഗമാണെന്ന് പറയുന്ന ചില സൈക്കോളജിസ്റ്റുകളുണ്ട്. തെറ്റാണ്.
കാരണം സയൻസും ആത്മീയതയും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. എന്നാൽ പരസ്പരം ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. കാരണം അത് വേറെ രൂപത്തിലാണ്. അതേപ്പറ്റി വിശദീകരിക്കാൻ ഒരു വീഡിയോ വേറെ ചെയ്യാം. അതിൻ്റെ കുറേ അനുഭവങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ ഈ മനസ്സിൻ്റെ എന്താ പറയുക, അദൃശ്യമായ പലതും കാണാനും കേൾക്കാനും കഴിയുകയും അനുഭവിക്കാൻ കഴിയുകയും ചെയ്യുന്നൊരവസ്ഥ യോഗയിലൂടെ മാത്രമേ കഴിയൂ. ഇത് ഈ റൂട്ടിലൂടെ മാത്രം സഞ്ചരിക്കാം. എന്തിനും അതിൻ്റെ റൂട്ടുകളുണ്ടല്ലോ. ഇപ്പോൾ ഒരു മെക്കാനിക്ക് പെട്ടെന്ന് ഇതിങ്ങനെ ചെയ്താൽ ആ വണ്ടി ഓടുന്നു പറയണമെങ്കിൽ അത് മെക്കാനിസം പഠിക്കണം. അത് പഠിച്ച ഒരാൾക്ക് കഴിയും. അല്ല ഞാൻ പോയിട്ട് ഏതെങ്കിലും എടുത്ത് വിറ്റാക്കിയാൽ നടക്കുമോ? ഇല്ല. എന്നതുപോലെ നമ്മൾ പോകേണ്ട റൂട്ടുണ്ട്. ആ റൂട്ടിലൂടെ സഞ്ചരിച്ചാൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരുപാട് മാനസിക നിർവൃതി, ഭയങ്കര സ്വസ്ഥമായൊരവസ്ഥ. കാണുന്നവർക്ക് തോന്നും ഇയാൾ ഭയങ്കര അസ്വസ്ഥനാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ്. പക്ഷെ നമ്മുടെ അകത്തേക്കൊന്നും ബാധിക്കില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഇന്നത്തെ കാലത്ത് കുറേ കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. അതുകൊണ്ട് അടുത്ത വിഷയം ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ വിടാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഈ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു.